മോസ് മരിയ ഹൗസിൽ ബർണഡിറ്റ് മരിയയും എലിസബത്ത് മരിയ എന്നീ 2 കുഞ്ഞു മക്കളെയും നമ്മളിന്ന് ആശീർവദിക്കുന്നു. അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒന്നിച്ചാണ് ഈ തിരുനാൾ നടത്തുന്നത്. അതിനുശേഷം തിരുനാൾ പതാക ആശീർവദിച്ച് തിരുനാൾ പതാക കയറ്റി ദിവ്യബലിയോടുകൂടി നമ്മളിന്ന് ഈ തിരുനാൾ ആരംഭിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഫാത്തിമ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളോട് പറയുന്നു, ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്നവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം തേനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിലും ഭക്തിയിലും വളരുന്നതിനുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിദ്ധേന്തിയെയും കുടുംബത്തെയും മറ്റ് പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ സമൂഹത്തെയും ഈ പ്രദേശത്തെയും ഈ തീർത്ഥാലയത്തിലേക്ക് വരുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ.
ചെറിയൊരു പ്രദക്ഷിണമായാണ് നമ്മൾ പതാക ഉയർത്തുന്നതിനായി കൊണ്ടുപോകുന്നത്. അൾത്താര ബാലകരുടെ പിന്നിലായി സെമിനാരി വിദ്യാർത്ഥികൾ, അവർക്ക് പിന്നിലായി പ്രസിഡന്റിയും കുടുംബാംഗങ്ങളും പതാക വഹിച്ചുകൊണ്ട് അവരുടെ പിന്നിലായി ബലിയർപ്പിക്കാനുള്ള പുരോഹിതരും ഈ തീർത്ഥാലയത്തിൽ നിറങ്ങി ഇടതുവശത്തേക്ക് തിരിഞ്ഞ് കൊടിമരത്തിൽ മുൻപിലെത്തി കൊടി ഉയർത്തി നമ്മൾ തീർത്ഥാലയത്തിലേക്ക് പ്രവേശിക്കും. Fatima Nani
സ്തുതികൾ പാടുന്നു സ്വർഗത്തിൻ സമയമില്ലാണയുന്നു ഈശോ നമുക്കായി ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ ഈശോ നമുക്കായി ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ തെളിയുന്നു വേദി ഉയരുന്നു സംപ്രീതനായി ദൈവമേ എന്നും നീ വന്നിടണേ യാചനകൾ സദയം നീ കേട്ടിടണേ ദൈവമേ എന്നും നീ വന്നിടണേ യാചനകൾ സദയം നീ കേട്ടിടണേ ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ തിരികൾ തെളിയുന്നു വേദി ഉയരുന്നു യാഗമിതാ ഒരുങ്ങുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈശോയിലേറ്റവും പ്രിയപ്പെട്ട റക്ടറച്ചൻ, സ്നേഹം നിറഞ്ഞ സിയോൻ ആൽഫർട്ടച്ചൻ, ഈ തീർത്ഥാലയത്തിൽ പ്രധാന ശുശ്രൂഷ നടത്തുന്ന സ്നേഹം നിറഞ്ഞ ഹ്യൂബർട്ടച്ചൻ,
സെൻട്രൽ ഫെയ്യ മൈനസ് സെമിനാരിയുടെ ആത്മീയ ഗുരുവായ മോൺസിഞ്ഞോർ വിൻസെൻ്റ് മച്ചാഡോ, സെൻട്രൽ സെമിനാരിയുടെ പ്രീഫെക്ട് അച്ഛനായ സ്നേഹം നിറഞ്ഞ ജിൻസൺ അച്ഛൻ, ഈ വർഷം ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ബെർണഡറ്റ് മരിയ, എലിസബത്ത് മരിയ, തോമസ് മരിയ ശക്തികുളങ്ങരെ കുടുംബാംഗങ്ങളെ, ഫാത്തിമ ഷ്രൈനിൽ എല്ലാ ശനിയാഴ്ചയും വരികയും എല്ലാ ദിവസവും ഒരുപക്ഷെ ഇവിടെ വന്ന് മാതാവിനെ വണങ്ങി ആദരിക്കുന്ന, മാതാവിനോട് ഏറ്റവും സ്നേഹമുള്ള ഈ കൊല്ലം രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നും എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, നമുക്കേറെ ആത്മീയമായ സന്തോഷം നൽകുന്ന ഈ തീർത്ഥാലയത്തിൻ്റെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. നമ്മളെല്ലാവരും ഓരോ ഇടവകയിലാണ് അംഗങ്ങളെങ്കിലും ഫാത്തിമ മാതാവിൻ്റെ തീർത്ഥാലയത്തിൽ നാം പ്രത്യേകമായ അംഗത്വമെടുത്തവരാണ്. ഇവിടെ വന്ന് നിശബ്ദമായ പ്രാർത്ഥനയിലും ജപമാല അർപ്പണത്തിലും കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ടും നാം ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി നാം അനുഭവിച്ചറിയുന്ന മക്കളാണ് നാം. ഈ തീർത്ഥാലയം പണി കഴിപ്പിച്ച ദൈവദാസനായ ജെറോം പിതാവിൻ്റെ ആ സ്മരണ നമ്മുടെ മുൻപിൽ, ആ സ്മരണയ്ക്ക് മുൻപിൽ നമ്മൾ ശിരസ്കരായി നിന്നുകൊണ്ട് ജെറോം തിരുമേനിയിലൂടെ പരിശുദ്ധ മാതാവ് നിറവേറ്റിയ വലിയൊരു അത്ഭുതമാണ്, നമ്മുടെ രൂപതയിലെ വലിയൊരു അത്ഭുതമാണ് ഈ തീർത്ഥാടന കേന്ദ്രം. ദൈവദാസന ജെറോം പിതാവ് ആഗ്രഹിച്ചതുപോലെ പിതാവ് ജീവിച്ച തലമുറയും അതിനുശേഷമുള്ള തലമുറകളും ഇവിടെ വന്നു ഈ മണ്ണിൽ നിന്നും പരിശുദ്ധ മറിയത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാണ് നാം എല്ലാവരും. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇനി വരുന്ന ഈ 10 ദിവസങ്ങൾ ജപമാല മാസത്തിൻ്റെ ഏറ്റവും മഹത്തായ ദിവസങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ പരിശുദ്ധ മറിയ അനുഭവം, മറിയത്തിലൂടെ യേശു അനുഭവത്തിലേക്ക് കടന്നു വരുവാനും നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ ഉതകുന്ന കൃപകൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് വാങ്ങിക്കുവാനും ഈ തിരുനാൾ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വർഷം 2024 തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തിയും കുടുംബങ്ങളും നിക്സനും കുടുംബാംഗങ്ങളും 2 മക്കളുടെ അവരാണെന്ന പരിശുദ്ധ മാതാവിനുള്ള ആദരവ് സൂചകമായിട്ടുള്ള കിരീടം പേറി ഈ വർഷം പ്രത്യേകമായ രീതിയിൽ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് മരിയ ഭക്തിയുടെ ആ വലിയ നിറവ് ആ കുടുംബം അനുഭവിച്ചറിയുകയാണ്. അവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ ഈ അൾത്താരെ സമർപ്പിക്കുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും മഹത്വത്തിലും ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഇവിടെ ഓടിയെത്തുകയും പരിശുദ്ധ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ മാതൃക വൈദികരായ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അഭിയോന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവ് ഈ തീർത്ഥാലയത്തിൻ്റെ റക്ടറച്ചനായി സേവനമനുഷ്ഠിക്കുന്ന സമയം മുതൽ ഈ കുടുംബാംഗങ്ങൾ വളരെയേറെ വലിയ ആത്മീയ ബന്ധത്തിൽ ഈ തീർത്ഥാലയ കേന്ദ്രവുമായി വലിയ ആത്മീയ ബന്ധം, ദൈവികമായ ശുശ്രൂഷകൾക്ക് പലപ്പോഴും പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് വലിയ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ അനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ് നിക്സൺ. ഇനിയും മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ ഈ കുടുംബത്തിന് മേലുണ്ടാകട്ടെ. ഇവരുടെ നിയോഗങ്ങളെ ഈ അൾത്താരെ സമർപ്പിക്കുകയും ധാരാളം പേർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ, ഇതൊരു വലിയൊരു അനുഭവമായി പ്രചോദനമായി മാറട്ടെ. മാതാവിനോടുള്ള ഭക്തിയിൽ നിറയുന്ന വ്യക്തികൾ ജീവിതത്തിൽ മഹത്വം അണിയും എന്നുള്ള വലിയ പ്രത്യാശയുടെ അടയാളമായി ഈ പ്രസിദ്ധേന്തിയും കുടുംബവും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, പല വർഷങ്ങൾ പ്രസിദ്ധേന്തിമാരായി നിന്ന കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇനിയും പ്രസിദ്ധേന്തിമാരാകാൻ ഒരു വർഷം പ്രത്യേകിച്ച് മാതാവിനെ ആദരിക്കുവാൻ വണങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏതാണ്ട് 2048-50 വരെ ഇവിടെ പ്രസിദ്ധേന്തിമാരെഴുതിയിട്ടുണ്ട്. ആ വലിയ സാക്ഷ്യം കൂടി ഇവിടെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുകയാണ്. മാതാവിനെ പ്രത്യേകമായി മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഭക്തിയിൽ
അഭിമാനിക്കുകയും ചെയ്യുന്നവർക്ക് ഈ തിരുനാൾ വലിയ ആത്മാഭിമാനത്തിൻ്റെ ആഘോഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തിരുനാൾ ആരംഭത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ആരംഭിക്കുന്ന വചന പ്രഘോഷണങ്ങളുമെല്ലാം നമുക്ക് ആത്മീയ ഭക്ഷണമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ബലിയർപ്പിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ പുത്രൻ്റെ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് എളിമയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷികമായ നമ്മുടെ കുറവുകളും ബലഹീനതകളും ഒരു നിമിഷം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയും മാപ്പും നമുക്ക് പ്രാപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ, കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമക്കിതാ ചൊല്ലും താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ. അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു.
ലോകത്തിൻ പാപനിരന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിരന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു തനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിന് യോഗ്യമായ സ്ഥലം പരിശുദ്ധ കന്യകമറിയത്തിന്റെ ഹൃദയത്തിൽ അങ്ങൊരുക്കിയല്ലോ. അതേ കന്യക മാതാവിന്റെ മാധ്യസ്ഥത്താൽ ഫാത്തിമാനാഥയുടെ മാധ്യസ്ഥത്താൽ അങ്ങേ മഹത്വത്തിന്റെ യോഗ്യമായ ആലയങ്ങളായി തീരാൻ ഞങ്ങളെ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജോബിന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശമ്പളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു, അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഉറവകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യുകവാടങ്ങൾ നിനക്കായി വെളിപ്പെട്ടിട്ടുണ്ടോ? അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ?
ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴി ഏത്? അന്ധകാരത്തിൻ്റെ പാർപ്പിടം എവിടെ? അങ്ങനെ അതിന് അതിൻ്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കുവാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ. നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ് പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവായ ദൈവമേ, മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ചു സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുമെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, കൊറാസ്യൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടൈറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമി, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മാതാവ് എന്താണ് ചെയ്തത്?
പരിശുദ്ധ മാതാവ് എനിക്കാരാണ്? പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്ന, സാക്ഷ്യം നൽകുന്ന സുവിശേഷങ്ങളാണ് പരിശുദ്ധ മാതാവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. ഇത് ഒരു കെട്ടുകഥയല്ല, ഇത് ഒരാശയമല്ല, ഇത് ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് കുറെ കൂടി മനോഹരമായി ഈ സംഭവം വസ്തുനിഷ്ഠമായി സംഭവിച്ച ഇസ്രയേൽ എന്ന രാജ്യത്ത് നസറത്ത് എന്ന ഗ്രാമത്തിൽ നടന്ന സംഭവം. പരിശുദ്ധ കന്യക മറിയത്തെ ദൈവദൂതൻ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ദൈവകൃപ നിറഞ്ഞവളെ, നീ ഭയപ്പെടേണ്ട, ദൈവം നിന്നോടുകൂടെ. എമ്മാനുവൽ, ദൈവത്തിൻ്റെ വചനം നിന്റെ ഉദരത്തിൽ ആരംഭിക്കുവാൻ പോകുന്നു. നിന്റെ ഉദരം ദൈവപുത്രന് ഒരിടമായി മാറുന്നു. നിന്നിൽ ദൈവപുത്രൻ ജനിക്കും. ഇത് ലൂക്ക എന്ന എഴുത്തുകാരൻ്റെ ആശയമല്ല, വസ്തുനിഷ്ഠമായി നടന്ന സംഭവം, ചരിത്ര സംഭവമാണ്. അനാദി മുതൽ ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയാണ്. യേശയ്യാ പ്രവാചകനിലൂടെ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ സ്ത്രീ നിന്റെ തല തകർക്കും, പിശാചിന്മേൽ മനുഷ്യർ വിജയം കണ്ടെത്തും, രക്ഷകനായ യേശുവിലൂടെ മനുഷ്യൻ വിജയം കണ്ടെത്തുമെന്നുള്ള വചനത്തിൻ്റെ, അപ്പോൾ പഴയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകം മുതൽ അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവപ്രവചനങ്ങളുടെ നിറവേറപ്പെട്ട ചരിത്ര സംഭവം നാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുകയാണ്. മറിയം എന്ന് പറഞ്ഞവൾ അനുഗ്രഹീതയാണ്, ദൈവകൃപ നിറഞ്ഞവളാണ്. ദൈവകൃപ നേടിയെടുത്തൊരു സ്ത്രീയല്ല, ദൈവകൃപ നിറഞ്ഞവളാണ്. അനന്തകാരുണ്യവാനായ ദൈവം വിശുദ്ധ പൗലോസ് ശ്ലീഹ കർത്താവിനെ കുറിച്ച് മനോഹരമായി പ്രഘോഷിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇപ്രകാരമാണ് എഫേസ്യർക്കാർക്കുള്ള ലേഖനത്തിൽ എഴുതുന്നത്: അനന്തകാരുണ്യവാനായ ദൈവം കാലഘട്ടത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാ ആത്മീയ ദാനങ്ങളും വരങ്ങളും മനുഷ്യരുടെ മേൽ ചൊരിയുവാനായി തൻ്റെ പുത്രനിലൂടെ ചൊരിയുവാനായി തീരുമാനിച്ചു. ആ പുത്രൻ ഒരു സ്ത്രീയിലൂടെ ജനിക്കണം. ദൈവം തന്നെയായ ദൈവപുത്രൻ അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീയിലൂടെ ജനിക്കണമെങ്കിൽ ആ സ്ത്രീ ആരായിരിക്കണമെന്ന് ദൈവപിതാവിന് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഈ സ്ഥലം, ഇസ്രയേൽ എന്ന സ്ഥലം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച ആദ്യത്തെ ജനത കാലാകാലങ്ങളിൽ ജീവിച്ച അതേ സ്ഥലത്ത്, നസ്രത്ത് എന്ന സ്ഥലത്ത്, അവിടെ ജീവിച്ച ഒരു കന്യകയുടെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുകയാണ്, ദൈവത്തിൻ്റെ വചനം നിറവേറുകയാണ്. ഈ കന്യക, ഈ വലിയ ദാനം, അത്യുന്നതൻ്റെ ദാനം, മഹത്തായ കൃപ നൽകപ്പെട്ടത്, ഇതാണ് ഈ കൃപയെന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവൾ, ഈ വലിയ തിരഞ്ഞെടുപ്പിന് മുൻപിൽ പരിശുദ്ധ മറിയം ശിരസ്സ് നമിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് സുവിശേഷം ആദ്യമായി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പരിശുദ്ധ കന്യക മറിയം ചരിത്രത്തിൽ ജീവിച്ച വ്യക്തിയാണ്. കർത്താവായ യേശുവിനോടൊപ്പം യേശുവിൻ്റെ മരണശേഷവും ചരിത്രത്തിൽ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം. പരിശുദ്ധ കന്യക മറിയം ദൈവത്തിൻ്റെ അനന്തമായ കൃപയുടെ പാത്രമായി മാറുകയും യേശുവിന് ജന്മം നൽകുകയും യേശുവിനോട് കൂടെ അഗാധമായ സ്നേഹത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നാം ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവളെ അഥവാ നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് മാലാഖ പറഞ്ഞ അതേ വചനം നാം ഉരുവിടുന്നത്. നിന്റെ ഉദരം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, നിന്റെ ഉദരത്തിൻ്റെ ഫലം അനുഗ്രഹമുള്ളതാകുന്നു, ഞങ്ങൾക്ക് രക്ഷ നൽകിയത് ഈ ഫലമാണെന്ന് നാം ഏറ്റുപറയുന്നു.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, വചനം മാംസമായി. ആ ഉദരത്തിൻ്റെ ഫലമാണ് നമുക്ക് അനുരഞ്ജനം നൽകിയത്. കർത്താവായ യേശുവിലൂടെയാണ് നാം ദൈവവുമായിട്ട് അനുരഞ്ജപ്പെട്ടത്. കർത്താവായ യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് നാം രക്ഷ കൈവന്നത്, നമുക്ക് രക്ഷ കൈവന്നത്. കർത്താവായ യേശുവിൻ്റെ നാമത്തിലൂടെയാണ്, ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് പൈശാചിക ശത്രുവിൻ്റെ ആ വലിയ പ്രലോഭനത്തിൽ നിന്നും നാം അതിജീവിക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന മക്കളാണ് കത്തോലിക്കരായ ക്രിസ്തു വിശ്വാസികളായ നാം എല്ലാവരും. പ്രിയമുള്ള സഹോദരങ്ങളെ, 2000 ആണ്ടിൽ 1917 വീണ്ടും ഒരു ചരിത്ര സംഭവം ഉണ്ടാകുന്നു. കഴിഞ്ഞ നൂറ്റാണ്ട് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ ഇടപെടുന്ന പരിശുദ്ധ കന്യക മറിയം ഫാത്തിമയിൽ 3 കൊച്ചു മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി ആദ്യം ആ വലിയ സംഭവം നാം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നാം ഓർക്കുകയാണ്. ഇവിടെ വരുമ്പോൾ പരിശുദ്ധ കന്യക മറിയം ചരിത്രത്തിൽ ഇടപെട്ട സംഭവമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ഇടപെട്ട ചരിത്ര വ്യക്തിയാണ്, ചരിത്രത്തിൽ ജീവിച്ച പരിശുദ്ധ കന്യക മറിയം വീണ്ടും ചരിത്രത്തിൽ മനുഷ്യരുടെ ചരിത്രത്തിൽ ഇടപെടുന്നത് കാണുവാൻ സാധിക്കുന്നു. 2000 തികയുന്നതിന് മുൻപുള്ള 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും കലുഷിതമായ, ഏറ്റവും ദുഃഖവും ദുരിതവും ഒക്കെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധ കന്യക മറിയം നമ്മുടെ ആ ചരിത്രത്തിൽ, മനുഷ്യരുടെ ചരിത്രത്തിൽ ഇടപെടുന്നു. 3 കൊച്ചു മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ട ആ രീതിയിൽ ആ 3 കുഞ്ഞുങ്ങൾ വിശ്വസിച്ചത് ഇന്ന് ലോകം ഏറ്റ് പാടുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ ആ വലിയ പ്രബോധനങ്ങൾ, പരിശുദ്ധ മാതാവ് നമുക്ക് എന്താണ് നൽകുന്നത്, പരിശുദ്ധ മാതാവ് നമ്മെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, മനുഷ്യൻ വഴിതെറ്റിപ്പോകുമ്പോൾ വീണ്ടും മനുഷ്യനെ പ്രാർത്ഥനയിലേക്ക്, മനുഷ്യനെ സമാധാനത്തിലേക്ക്, മനുഷ്യനെ പ്രായശ്ചിത്തത്തിലേക്ക് നയിക്കുന്ന സ്വർഗീയ വഴികൾ കാണിച്ചു കൊടുക്കുന്ന ഒരു മറിയത്തെ, പരിശുദ്ധ മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ഇടപെടുന്ന മറിയം, ചരിത്രത്തിൽ ഇടപെടുന്ന മറിയം. വീണ്ടും 1981 മെയ് മാസം 13-ാം തീയതി വീണ്ടും പരിശുദ്ധ മാതാവ് ചരിത്രത്തിൽ ഇടപെടുന്നു. അത് മറ്റാരുടെയും ചരിത്രത്തിലായിരുന്നില്ല. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലാണ് പരിശുദ്ധ മറിയം ഇടപെടുന്നത്. അന്ന് റോമിലെ വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് ഒരു ഘാതകൻ, തീവ്രവാദിയായ ഒരാൾ മാർപ്പാപ്പയെ കൊല്ലാനായി വെടി ഉതിർക്കുന്ന ആ രംഗം ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. അവിടെ ഏറ്റവും മാരകമായ വെടി ഉതിർത്തുവെങ്കിലും പക്ഷേ അദൃശ്യമായ മറ്റൊരു കരം എന്നെ രക്ഷിച്ചു എന്നാണ് വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം, പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലെ ഉടനീളം കഷ്ടതകൾ അനുഭവിച്ച, ജർമ്മനിയിലെ നാസി പടയാളികൾ, ഹിറ്റ്ലർ പോലുള്ള വലിയ കൊലയാളികൾ തീർത്ത ഏറ്റവും വലിയ ക്രൂരത അനുഭവിച്ച പോളണ്ടിലെ ആളുകളിൽ ഒരുവനായ യുവാവായ ഈ ജോൺ പോൾ മാർപ്പാപ്പ വോയ്റ്റീല എന്ന യുവാവ് തൻ്റെ ജീവിതത്തിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും തൻ്റെ പിതാവ് നൽകിയ ആ ജപമാല എപ്പോഴും മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിനായി ജീവിക്കുവാനായി വെളി ലഭിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കലും കരുതിയതല്ല ലോകത്തോട് വിളിച്ചു പറയുന്ന പരിശുദ്ധ മാതാവിൻ്റെ ചരിത്രത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു ഉപകരണമായി ഞാൻ മാറുമെന്ന് ഒരിക്കൽ പോലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരുതിയതല്ല. പക്ഷേ അത് സംഭവിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാവിൻ്റെ ഇടപെടൽ ചരിത്രത്തിൽ ഇടപെടുന്നു. ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് ഈ വലിയ ലോക ചരിത്രത്തിലെ, കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആ ഇടപെടലുകൾ, ഈ അടയാളങ്ങളാണെങ്കിൽ ഏറ്റവും വിനീതരായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടയാളപ്പെടുത്തുവാൻ സാധിക്കും. പരിശുദ്ധ മാതാവിനെ വിശ്വസിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിഞ്ഞ ആത്മീയമായ വിജയങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ ചെറുതും വലുതുമായ ദൈവ അനുഭവ, ദൈവ സ്നേഹത്തിന്റെ അടയാളങ്ങൾ
ആകമായ ഘട്ടങ്ങളിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തിയാണ്. പരിശുദ്ധ മാതാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവാണ് അത്യുന്നതന്റെ ശക്തിയാണ്. ആ ശക്തി ഇപ്പോഴും ചരിത്രത്തെ നയിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നാം ഇവിടെ വരുമ്പോൾ ഫാത്തിമ മാതാവിൻ്റെ ഈ വലിയ രൂപത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നമ്മെ കണ്ണുകൾ ഉയർത്തിയാണ് മാതാവിനെ നോക്കുന്നത്. മനോഹരമായ ഒരു രൂപമാണ്. മാതാവിന് അത്രയും ഒരു വലിയ ആൾ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ ചിത്രത്തിൽ നാം അല്ലെങ്കിൽ രൂപത്തിൻ്റെ കണ്ണാടിക്കൂടിൽ നാം കൈകൾ അമർത്തി നാം മുകളിലോട്ടാണ് മാതാവിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. പലപ്പോഴും ഇവിടെ ജപമാല പ്രാർത്ഥിക്കുവാനായി ഇവിടെ വരുമ്പോൾ ഓരോ കുടുംബങ്ങളും കുടുംബനാഥനും കുടുംബനാഥയും അപ്പനും അമ്മയും മക്കളും എല്ലാമായി മാതാവിൻ്റെ ഈ പാദാന്തികത്തിൽ ഈ കണ്ണാടിയിൽ ഇവിടെ കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് മാതാവിനെ നോക്കുന്നത്. പ്രത്യാശയുടെ ആ നോട്ടം, ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. നമ്മെ രക്ഷിക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഇടപെടുന്ന മാതാവിൻ്റെ പാദത്തിലാണ് ഞാൻ എൻ്റെ കൈകൾ വയ്ക്കുന്നത്, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നതെന്ന് നാം നിശബ്ദമായി ഇവിടെ ഏറ്റുപറയുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ ശക്തി അത്രമാത്രം പ്രത്യാശ നിർഭരമാണെന്ന് എന്ന സത്യം ഈ തീർത്ഥാടന കേന്ദ്രം നിർമ്മിച്ചൊരുക്കിയ ജെറോം പിതാവാണ് അത് തിരിച്ചറിഞ്ഞത്. കൊല്ലം രൂപത കണ്ട ഏറ്റവും വലിയ മരിയ ഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജെറോം പിതാവാണ്. പിതാവിൻ്റെ വ്യക്തിപരമായ വലിയ മരിയം അനുഭവമാണ് ഈ തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. ഇത് ഒരുക്കുന്ന സമയത്ത് മുതിർന്ന വൈദികർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എപ്പോഴും പിതാവ് വരുമായിരുന്നു. ഇതിൻ്റെ എല്ലാ നിർമ്മാണത്തിലും വളരെയേറെ പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു. വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ മാതാവിൻ്റെ ഈ രൂപം ഏറ്റവും മനോഹരമായി ഫാത്തിമയിലെ മാതാവിനെ ജെറോം പിതാവ് സന്ദർശിച്ച ഫാത്തിമയിലെ മാതാവിൻ്റെ അതേ രൂപത്തിൽ തന്നെ കൊല്ലം രൂപതയിൽ ഞാൻ നിർമ്മിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എൻ്റെ വിശ്വാസ സമൂഹം വരുമ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ അതേ രൂപം തന്നെ, അതേ ആ മഹത്വമേറിയ ആ മുഖം വിശ്വാസ സമൂഹം എൻ്റെ മക്കൾക്ക് കാണണം, അവരതിലൂടെ ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിക്കണമെന്ന് ജെറോം പിതാവ് ആഗ്രഹിച്ചിരുന്നു. ഈ രൂപം തയ്യാറാക്കുന്ന ആ കേന്ദ്രത്തിൽ എപ്പോഴും അവിടെ പോയിരിക്കുന്ന മാതാവിനെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ജെറോം പിതാവ്. അത്രമാത്രം ആഴമായി മാതാവിനോടുള്ള വലിയ ബന്ധം. മാതാവിൻ്റെ ഈ രൂപം പണികഴിപ്പിക്കുന്ന ശില്പികയും ഒത്ത് ജെറോം പിതാവ് അവിടെ പോയി നിശബ്ദമായ ജപമാല പ്രാർത്ഥിച്ച് മാതാവിനെ നോക്കിയിരിക്കുമായിരുന്നുവെന്ന് മുതിർന്ന വൈദികർ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജെറോം പിതാവ് പിന്നീട് കാണിച്ച വലിയ ഒരു മാതൃകയാണ്. എപ്പോഴെല്ലാം ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ, മുൻകാലങ്ങളിൽ ഈ റോഡിലേക്കാണ് മാതാവിനെ നോക്കി നിന്നത്. ഈ അടുത്ത കാലത്തായിട്ടാണ്, കുറേ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, കുർബാന അർപ്പണമൊക്കെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകുന്ന പശ്ചാത്തലം വന്നപ്പോൾ അത് ഈ രീതിയിൽ, അല്ലെങ്കിൽ വഴി നോക്കി നിൽക്കുന്ന, വഴിയോരത്ത് പോകുന്ന എല്ലാവരും മാതാവിനെ, ഇന്ന് വഴിയോരത്ത് നിൽക്കുന്നവർ മാത്രമല്ല ഇതിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും അനധ്യാപകരും എല്ലാവരും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടമായി ഇത് മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവകൃപ നിറഞ്ഞ മറിയം പാപികളായ നമ്മുടെ അമ്മയാണ് എന്ന സത്യം കൂടി ഈ തീർത്ഥാടന കേന്ദ്രം നമ്മെ പഠിപ്പിക്കുന്നു. ഫാത്തിമ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപികളും ബലഹീനരുമായ മനുഷ്യരുടെ അമ്മയാണ് പരിശുദ്ധ കന്യക മറിയം. പാപത്തിൻ്റെ സാഹചര്യം അത് വലിയ യുദ്ധമായി അഗ്നിയായി ലോകത്ത് വന്നപ്പോഴാണ് അതിനെ ഇല്ലാതാക്കുന്ന സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും മനുഷ്യർ ദൈവത്തെ മറന്ന് ദൈവത്തെ ദുഷിക്കുന്നതിലും അശുദ്ധകരമായ പാപങ്ങളിലും മുഴുകി നിന്നപ്പോൾ അവരെ കുറ്റം പറയാതെ, അവരെ തള്ളിക്കളയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന,
അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരു പുതിയ ജീവിത രീതി പരിശുദ്ധ മാതാവ് നമുക്ക് നൽകിയത്. വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പയിലൂടെ അത് കത്തോലിക്ക സഭയിൽ അനേകം ലക്ഷക്കണക്കിന് ആളുകളുടെ ആ വലിയ ജീവിത അനുഭവമായി മാറി. ആവേ മരിയ എന്നുറക്കെ പാടി പ്രാർത്ഥിക്കുവാനും പൈശാചിക പ്രലോഭകൻ്റെ ആ തിന്മയിൽ നിന്നും പ്രലോഭനത്തിൻ്റെ ആ വലിയ ചുഴിയിൽ നിന്നുമെല്ലാം അതിജീവിക്കുവാനുള്ള വലിയ ദൈവിക ശക്തി മാതാവ് നമുക്ക് തരുന്ന അനുഭവം നമുക്കിന്ന് യാഥാർത്ഥ്യമായി മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവകൃപ നിറഞ്ഞ മറിയം നമ്മുടെ അമ്മയാണ്, പാപികളായ നമ്മുടെ പ്രത്യാശയാണ്, അഭയമാണ്. അതുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ഓടിയെത്തുന്നത്. നമ്മുടെ ഏത് സാഹചര്യത്തിൽ വീണുപോയാലും അല്ലെങ്കിൽ പുണ്യജീവിതത്തിൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് നടന്നു വരുന്ന സമർപ്പിതനായി മാറുന്ന ആ പരിവർത്തന ഘട്ടത്തിലുണ്ടെങ്കിൽ അതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും പരിശുദ്ധ മാതാവിനെ കണ്ടെത്തുവാനായി, മാതാവിൻ്റെ ചാരയിൽ നിൽക്കുവാനായി, മാതാവിനോട് പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധ മാതാവ് എനിക്ക് വേണ്ടി ദൈവപുത്രനോട് ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ആവശ്യമായ ദൈവകൃപ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിക്കും, ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. ആ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായി മാറട്ടെ. കൃപ തിരഞ്ഞെടുപ്പ് നൽകപ്പെട്ട പരിശുദ്ധ മറിയം തനിക്ക് ലഭിച്ച കൃപ നമുക്ക് നൽകുവാനായി എപ്പോഴും ലോകത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിത ചരിത്രത്തിൽ മാതാവ് എപ്പോഴും അമ്മയായി നമ്മുടെ കൂടെ നിൽക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ ദയാനിധിയായ ദൈവമേ, തിരുസഭാപാലകനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിവന്ദ്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബൈജു ജൂലിയാൻ അച്ഛനെയും സഹകാർമ്മികരായ വൈദികരെയും അങ്ങീ പരിശുദ്ധാത്മാ വരദാനങ്ങളാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹത്തിൻ്റെ ഉടവനായ ദൈവമേ, പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റിനെയും കുടുംബത്തെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സന്താപങ്ങളിലും ദൈവത്തിന് നന്ദി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കാനും ആവശ്യമായ കൃപാ കടാക്ഷങ്ങൾ ഏകി ബലപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവത്വത്തിന്റെ ദാതാവായ ദൈവമേ, എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ സ്നേഹത്തണലിൽ സമർപ്പിക്കുന്നു. കാലത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഉത്തമ ജീവിതം നയിക്കുവാനും ശരിയായ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുവാനും ആവശ്യമായ ദൈവിക വരദാനം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളിയുടെ ഉറവിടമായ ദൈവമേ, അങ്ങേ വിളഭൂമിയിൽ വേലക്കാരാകുവാൻ ധാരാളം മക്കളെ അങ്ങയിലേക്ക് ആനയിക്കണമേ. ലോകമോഹങ്ങളിൽ അകപ്പെടാതെ അങ്ങേ അജഗണത്തിൻ്റെ കാവൽക്കാരാകുവാൻ വിളി സ്വീകരിച്ച എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ. ഇനിയും ധാരാളം മക്കളെ അങ്ങയുടെ വിളഭൂമിയിലെ വേലക്കാരാകുവാൻ തിരഞ്ഞെടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ ദാതാവായ ദൈവമേ, അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ, ആരാലും ഓർക്കപ്പെടാതെ എല്ലാ ആത്മാക്കളെയും വിധി ദിനത്തിൽ അങ്ങയുടെ തിരുമുഖ ദർശനം നൽകി നിത്യപർദീസയിലേക്ക് ആനയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ ഫാത്തിമാന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് അർപ്പിച്ച ഈ പ്രാർത്ഥനകളിലേക്ക് അങ്ങ് ചെപിച്ചായിക്കണമേ. അങ്ങ് യോഗ്യതകളാൽ പ്രവർത്തപ്പെടുമാറാകട്ടെ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ജീവിതം നേദിക്കും നേരമിത്, താതന്റെ മുന്നിൽ തനയൻ സമർപ്പിച്ച ത്യാഗത്തിൻ ഓർമ്മയിൽ സമ്പൂർണമായി സർവം സമർപ്പിച്ച ക്രൂശിത വഴിയിലെ യാത്രയിൽ വചനാർപ്പിതം വ്രതബന്ധിതം പാവനമേ ജീവിതയാഗാർപ്പണം. വചനാർപ്പിതം വ്രതബന്ധിതം പാവനമേ ജീവിതയാഗാർപ്പണം. സ്നേഹിക്കാതിരിക്കുവാനാവില്ല ഞങ്ങൾക്ക് താതന്റെ കരുതലോതാ. സ്നേഹത്തിൻ ഉന്നതി കണ്ടെത്തിയെന്നാൽ മറ്റൊന്നും ശ്രേഷ്ഠമായില്ല. കുരിശോളം പൂത്തു വിടർന്നൊരു സ്നേഹമേ, സ്നേഹിക്കാൻ ദാഹമല്ലോ, നിന്നെ സ്നേഹിക്കാൻ ദാഹമല്ലോ. വചനാർപ്പിതം വ്രതബന്ധിതം പാവനമേ ജീവിതയാഗാർപ്പണം. വചനാർപ്പിതം വ്രതബന്ധിതം പാവനമേ ജീവിതയാഗാർപ്പണം. ജീവിതം നിന്റെ കൈകളിൽ അർപ്പണം ചെയ്തുവെന്നാൽ ക്രൂശിത ജീവിതം കൈവരിച്ചെന്നാൽ ക്രൂശിതൻ സമ്മാനമല്ലോ. വാനോളം ഉയർന്നു പടർന്നൊരു ത്യാഗമേ, സ്നേഹിക്കാൻ ദാഹമല്ലോ, നിന്നെ സ്നേഹിക്കാൻ ദാഹമല്ലോ. വചനാർപ്പിതം വ്രതബന്ധിതം പാവനമേ ജീവിതയാഗാർപ്പണം. വചനാർപ്പിതം വ്രതബന്ധിതം പാവനമേ ജീവിതയാഗാർപ്പണം. അർപ്പണവേളയില് ജീവിതം നേദിക്കും തന്റെ മുന്നിൽ തനയൻ സമർപ്പിച്ച ത്യാഗത്തിൻ ഓർമ്മയിൽ സമ്പൂർണമായി സർവം സമർപ്പിച്ച ക്രൂശിത വഴിയിലെ യാത്രയിൽ വചനാർപ്പിതം വ്രതബന്ധിതം
പാവനമേ ജീവിതയാഗാർപ്പണം വചനാർപ്പിതം മൃതബന്ധിതം പാവനമേ ജീവിതയാഗാർപ്പണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാനായി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിലെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിൻ്റെ സ്മരണ, ഫാത്തിമാനാഥയുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകളും കാഴ്ചദ്രവ്യങ്ങളും തൃക്കൺ പാർക്കണമേ. അങ്ങനെ അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കുകയും ഞങ്ങളിൽ അവ പാപമോചനവും സഹായവുമായി ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ വണക്കമാചരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശു ക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. ആകയാലാമോദവായ്പോടെ പാടുന്ന മാലാഖവൃന്ദം ഗായക ശ്രേഷ്ഠ അവരുടെ ദിവ്യമായ ഗാനത്തോടൊന്നു ചേർന്ന് ഞങ്ങളും ആനന്ദവായ്പോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീയപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായിപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലിതൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങയെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ഉപദേശോപവർക്കൃതരായും നിർഭയം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാവുകയും എല്ലാ ആപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, നിങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്കും ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഒരു നിമിഷം നന്ദിയുടെ ഒരു വാക്കം. ബഹുമാനപ്പെട്ട വികാരി ജനറൽ ബൈജൂലിയൻ അച്ഛൻ നമുക്ക് വേണ്ടി കൃപ അനുഭവിക്കുന്ന തരത്തിൽ ഒരു ദിവ്യബലി അർപ്പിച്ച് ഇതോളിപ്പോൾ കണ്ടതും അനുഭവിച്ചതുമാണ്. വ്യക്തിപരമായി എനിക്ക് ബൈജു അച്ഛനെ അറിയാവുന്നത് ആലുവ സെമിനാരിയിൽ ഞങ്ങളുടെ പ്രൊഫസറായി ഉണ്ടായിരുന്നപ്പോഴാണ്. 15 കൊല്ലത്തിൽ കൂടുതൽ ഈ രൂപതയിൽ നിന്ന് മാറി ആലുവ സെമിനാരിയിലുണ്ടായിരുന്നു. തിരിച്ച് ഈ രൂപതയിലേക്ക് എത്തുമ്പോൾ
അപരിചിതനെ പോലെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത്രയേറെ ജനങ്ങളെ അടുത്തറിയാവുന്ന ഒരാളാണെന്ന് ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ എവിടെ ചെന്നാലും എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന, എല്ലാവരെയും പരിചയമുണ്ട്, എല്ലാവരെയും അറിയാം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നന്ദി അർപ്പിക്കുകയും അങ്ങേക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാനവവംശത്തെ തന്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തന്റെ അനുഗ്രഹത്താൽ സമ്പന്നമാക്കാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കുവാൻ അർഹയായ മറിയത്തിന്റെ മാധ്യസ്ഥം, ഫാത്തിമാനാഥയുടെ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും ഞങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തിനിർഭരമായ മനസ്സങ്ങളോടെ ഈ ദിവസം, ഈ തിരുനാളാരംഭ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങളൊക്കെ മാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് നിലനിൽക്കാം. ദിവ്യബലി സമാപിച്ചു. അങ്ങേയ അഭിലാഷമനുസരിച്ച് ഇതാ ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ രൂപതയെയും ഞങ്ങളുടെ ദേശത്തെയും അല്ല മാനവകുലമാസകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു. അമ്മേ, അങ്ങ് ഞങ്ങളുടെ മേൽ വാണരുളിയാലും ഈശോയുടെ തിരുഹൃദയം അങ്ങിൽ വാണരുളി വിജയിച്ചതുപോലെ ഞങ്ങളിലും ഞങ്ങളുടെ പരിസരങ്ങളിലും വാണരുളി വിജയമടയുവാൻ എന്ത് വേണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, അങ്ങ് ഞങ്ങളുടെ മേൽ വാണരുളിയാലും ഐശ്വര്യത്തിലും ആപത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സുഖത്തിലും സുഖക്കേടിലും ജീവിതത്തിലും മരണത്തിലും ഞങ്ങൾ അങ്ങേക്കുള്ളവരായിരിക്കട്ടെ. കന്യകാമകുടമായ പരിശുദ്ധ മറിയത്തിന്റെ പരമകരുണമായ ഹൃദയമേ, ഞങ്ങളുടെ ബുദ്ധിയെയും ഹൃദയത്തെയും കാത്തുകൊള്ളണമേ. അങ്ങ് ഫാത്തിമയിൽ വെച്ച് അതീവ ഖേദത്തോടെ വിലപിച്ച് ശപിച്ച അശുദ്ധതയുടെ പ്രളയത്തിൽ നിന്നും അവയെ പരിരക്ഷിക്കണമേ. ഞങ്ങളും അങ്ങേപ്പോലെ അതിശുദ്ധരായി ജീവിക്കുവാൻ ഉറച്ചിരിക്കുന്നു. ഈശോയ്ക്കും അങ്ങേക്കും എതിരായി ചെയ്യപ്പെടുന്ന നിരവധി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ
ഉറച്ചിരിക്കുന്നു. ഉറച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദേശത്തും അഖില ലോകത്തും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈവസമാധാനം കൈവരുത്തുവാനും ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ആകയാൽ അമ്മേ, ലോകാഭിമാനം വകവയ്ക്കാതെ ക്രൈസ്തവ ജീവിതം നയിച്ച് അങ്ങേ പുണ്യങ്ങളെ അനുകരിച്ചു കൊള്ളാമെന്നും ഞങ്ങളിതാ വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിലും ദിവ്യകാരുണ്യം സ്വീകരിച്ചു കൊള്ളാമെന്നും എല്ലാ ദിവസവും 53 മണി ജപമാല ചൊല്ലി ഞങ്ങളുടെ പരിത്യാഗ പ്രവർത്തികളും ചേർത്ത് പാപപരിഹാരത്തിനും പ്രായശ്ചിത്തത്തിനുമായി അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ആമേൻ. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഞങ്ങളുടെ ഫാത്തിമ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ